നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് E20 പെട്രോൾ അത് ഇപ്പോൾ വ്യാപകമാക്കിയിരിക്കുകയാണ്. E20 പെട്രോൾ മാത്രമേ ഇപ്പോൾ രാജ്യത്ത് ലഭിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് അനുകൂലമായും പ്രതികൂലമായും നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ വാഹനങ്ങൾക്ക് മാത്രമേ E20 പെട്രോൾ ചേരുകയുള്ളൂ എന്നും പഴയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൈലേജ് കുറവ്, അതോടൊപ്പം തന്നെ എഞ്ചിൻ പെട്ടെന്ന് കേടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന് ഒരു വിഭാഗം പറയുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. E20 പെട്രോൾ എഞ്ചിനോ അല്ലെങ്കിൽ വാഹനത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടാക്കുന്നതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. രാജ്യത്തിൻ്റെ പെട്രോളിയം ഉപഭോഗം കുറയ്ക്കുക എന്ന ഒരു വലിയ ദൗത്യം അതിനുണ്ട്. രാജ്യ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് പലരും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഈ E20 പെട്രോൾ ഉണ്ടാകുന്നത് കാരണം അല്ലെങ്കിൽ E20 പെട്രോളിൽ ചേർക്കാനായി 20% എത്തനോൾ ആവശ്യമുണ്ട് രാജ്യത്ത്. ഏതാണ്ട് 1400 കോടി ലിറ്റർ എത്തനോളാണ് ഓരോ വർഷവും ഇനിയിപ്പോൾ ഈ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്നതിനായി രാജ്യത്ത് ആവശ്യമുള്ളത്. അത്രയും എത്തനോൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായി മാറിയോ? എത്തനോൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഉണ്ടാകും എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. എന്നാൽ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് ഇപ്പോൾ ഈ എത്തനോൾ നിർമ്മാണം അല്ലെങ്കിൽ എത്തനോൾ നിർമ്മാണത്തിലുള്ള വർധനവ് ഭക്ഷ്യ വസ്തുക്കളുടെ വിലയെ ബാധിക്കുന്നത് എന്നതടക്കമുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് നമ്മുടെ വിപണിയിൽ, കേരളത്തിലടക്കം വിപണിയിൽ കോഴിമുട്ടയുടെയും കോഴിയിറച്ചിയുടെയും വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഏതാണ്ട് 5-6 രൂപ വില വന്നിരുന്ന കോഴിമുട്ട ഇപ്പോൾ 8-9 രൂപയിലേക്ക് മാറിയിരിക്കുന്നു. 40% വില വർധനവാണ് ഇതിൽ പലതിലും ഉണ്ടായിരിക്കുന്നത്. കോഴിയിറച്ചിയിലും അതുപോലെ തന്നെ കോഴിമുട്ടയുടെ വിലയിലും ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വില കയറ്റം ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതായത് വലിയ മുട്ടയുടെയോ കോഴിയിറച്ചിയുടെ ദൗർലഭ്യം നേരിടുന്നില്ല, പക്ഷേ വില വർദ്ധിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ E20 പെട്രോളിൽ എത്തിയിരിക്കുന്നത്. അതായത് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കോഴി മുട്ടയുടെയോ അല്ലെങ്കിൽ കോഴി ഇറച്ചിയുടെയോ നിർമ്മാണ മേഖല, ആ നിർമ്മാണ മേഖലയുടെ ഏറ്റവും വലിയ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് അതിൻ്റെ തീറ്റയാണ്. 65 മുതൽ 70% വരെ തീറ്റയ്ക്കായി ഈ കോഴി മുട്ടയും കോഴി ഇറച്ചിയും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ചെലവാകുന്നുണ്ട്. ഈ കോഴി തീറ്റയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചോളം. അവിടെ തന്നെ ഏതാണ്ട് 70%-ഓളം ചോളത്തിൻ്റെ പങ്കുണ്ട് ഉൽപ്പാദന ചെലവിൽ. കോഴിയുടെ അല്ലെങ്കിൽ കോഴി മുട്ടയുടെ ഉൽപ്പാദന ചെലവിൽ ഏതാണ്ട് 75%-ഓളം വരുന്നത് ചോളത്തിൻ്റെ വിലയാണ്. ചോളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴിത്തീറ്റ ഉൽപ്പന്നമായി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ചോളത്തിൻ്റെ ഉൽപ്പാദനത്തിന് എന്ത് സംഭവിച്ചു? രാജ്യത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ചോളം എന്ന് പറയുന്നത് 43.4 ദശലക്ഷം ടണ്ണാണ്. ഇതിൻ്റെ ഏതാണ്ട് 17 ദശലക്ഷം ടൺ, ഏകദേശം 37%-വും ഇപ്പോൾ ഈ എത്തനോൾ നിർമ്മിക്കാനായി പോവുകയാണ്. 43-ൽ 17 ദശലക്ഷം ടണ്ണും എത്തനോൾ നിർമ്മാണ മേഖലയിലേക്ക് പോകുന്നു. 2030 ഇത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. 25 ദശലക്ഷം ടൺ ചോളം ഈ എത്തനോൾ നിർമ്മിക്കുന്നതിനായി ആവശ്യമാണ്. സത്യത്തിൽ ഇതിനു മുമ്പ് രാജ്യത്തെ ഈ ചോളത്തിൻ്റെ ഉൽപ്പാദനം, രാജ്യത്ത് ആവശ്യത്തിൽ കൂടുതൽ ചോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിലേക്കും അതോടൊപ്പം ബംഗ്ലാദേശിലേക്കും ഒക്കെ നമ്മൾ ചോളം കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കുന്നു. ഈ എഥനോളിൻ്റെ ഒരു ഉൽപ്പാദനം ഉള്ളതുകൊണ്ട് തന്നെ ചോളത്തിൻ്റെ കയറ്റുമതി ഇല്ലാതായി. മാത്രമല്ല ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിക്കുകയും ചെയ്തു. ആഭ്യന്തര വിപണിയിൽ ഏതാണ്ട് 14,500 രൂപ ഒരു ടണ്ണിന് ചോളത്തിൻ്റെ വിലയായി ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 26,500 രൂപയാണ് ഒരു ടണ്ണിന്. അതുകൊണ്ട് തന്നെ വലിയ വില വർധനവ് ചോളത്തിന് ഉണ്ടായിരിക്കുന്നു. 2030 25 ദശലക്ഷം ടൺ ചോളം എത്തനോൾ നിർമ്മാണത്തിന് ആവശ്യമാണ് എന്നൊരു വസ്തുത കൂടി അവിടെ നിൽക്കുമ്പോൾ ചോളത്തിൻ്റെ ഉൽപ്പാദനത്തിൽ വലിയ വർധനവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ചോളം ഇപ്പോൾ കയറ്റുമതി നിർത്തുകയും ഇറക്കുമതി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. മ്യാൻമാർ, യുക്രൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് ടൺ ചോളം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഇങ്ങനെ ചോളത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ് അത് കോഴിമുട്ടയെയും കോഴി ഇറച്ചിയെയുമാണ് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. കോഴിമുട്ടയുടെയും കോഴി ഇറച്ചിയുടെയും വില വിപണിയിൽ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ എത്തനോൾ നിർമ്മാണ മേഖല, ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും എത്തനോൾ നിർമ്മിക്കുന്നത്. അതിലൊന്നാണ് ചോളം എന്ന് പറയുന്നത്. ചോളത്തിൻ്റെ വലിയ ആവശ്യം അത്
മറ്റു മേഖലകളെ ബാധിച്ചിരിക്കുന്നു. കോഴിമുട്ടയെയും കോഴിയിറച്ചിയുടെയും വില എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതെല്ലാം ഒരു ആരംഭത്തിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ E20 പെട്രോൾ നിർബന്ധമാക്കിയത് കാരണം ഉണ്ടാകുന്ന ആദ്യ സമയങ്ങളിലെ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. ചോളത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് പലരും കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ചോളത്തിൻ്റേതും കോഴിമുട്ടയുടേതുമൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. ഭക്ഷ്യധാന്യങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമെല്ലാം പെട്രോളിൽ കലർത്താനുള്ള എത്തനോളായി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ എത്തനോൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ വില കയറ്റം ഉണ്ടാവുകയും വൻതോതിൽ പണപ്പെരുപ്പം ഉണ്ടാവുകയും രാജ്യത്ത് പണപ്പെരുപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം അത് വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. എന്തായാലും എത്തനോൾ രാജ്യത്ത് നിർബന്ധമാക്കി കഴിഞ്ഞിരിക്കുന്നു. എത്തനോൾ ചേർത്ത പെട്രോൾ അത് രാജ്യത്ത് നിർബന്ധിതമായിരിക്കുന്നു. സാങ്കേതികമായ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇനി എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് ഈ എത്തനോൾ കലർന്ന പെട്രോൾ അല്ലെങ്കിൽ നിർബന്ധമാക്കുന്നതോടുകൂടി ഉണ്ടാവുക എന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇതൊക്കെ ആരംഭഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, അതുടൻ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ്. സർക്കാരും E20 പെട്രോളിന് അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ചെറിയ ചെറിയ പ്രചരണങ്ങൾ ഈ E20യുടെ പേരിൽ നടത്തുന്നുണ്ട്. E20യുടെ പേരിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില പാർട്ടിയൊക്കെ രൂപീകരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു സ്വയം പര്യാപ്തത ഇതിലൊക്കെ വളരെയധികം സംഭാവന ചെയ്യുന്ന ഒരു നയമാണ് E20 പെട്രോൾ എന്നുള്ളതുകൊണ്ട് രാജ്യത്ത് ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ഏറ്റെടുക്കപ്പെടുന്നില്ല പൂർണ്ണമായും ജനം എന്നതാണ് വിശ്വാസം. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ E20യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനായിരിക്കും ഈ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. വിപണിയിലെ വില വർധനവ് ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകിച്ചും അത് കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുകയും എത്തനോൾ നിർമ്മാണം കൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിടിയുന്നത് തടയുകയും ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ജനരോഷം സർക്കാരിന് നേരെ ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല.